അത് തെറ്റായത് കൊണ്ടാണ് 2007 തന്നെ അദ്ദേഹത്തിന്റെ അരികിലേക്ക് ഹുസൈൻ സലഫി അടക്കമുള്ള ആളുകൾ പോയത്. അത് ശരിയാണെങ്കിൽ പോകേണ്ടതുണ്ടോ? ആ പറഞ്ഞ വാചകത്തിലുണ്ടോ ജബ്ബാർ മൗലവിയുടെ എന്ന് പറഞ്ഞ് വായിച്ച വാചകത്തിലുണ്ടോ? ആ വാചകത്തിലുമില്ല. നമ്മുടെ നാട്ടിലെ മടവൂരികൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ്. അങ്ങനെ ഇത്തരത്തിലുള്ള കുപ്രചനങ്ങൾ നടത്തിയപ്പോൾ ഇസ്ലാഹിൽ തന്നെ അങ്ങനെ ജിന്നോട് സഹായം തേടാമെന്നാണ് മുജാഹിദുകളുടെ വാദം എന്നാണോ പറഞ്ഞത്? അല്ല, വ്യക്തമായ മറുപടി പറഞ്ഞു. നേരത്തെ അദ്ദേഹം വായിച്ച ആ ഉദ്ധരണി തന്നെ, ഇസ്ലാഹിൽ വന്ന ആ ഉദ്ധരണി തന്നെ എടുത്തുദ്ധരിച്ചുകൊണ്ട് ഷമീർ കുറ്റിപ്പുറം എന്ന് പറയുന്ന ആള് 2008 ജനുവരി മാസത്തിൽ ഒരു ചോദ്യം ഉന്നയിച്ചപ്പോൾ അന്നു തന്നെ ഇസ്ലാഹ് നൽകിയ മറുപടി കേട്ടോളൂ. ചോദ്യത്തിന്റെ തുടക്കത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തെ കുറിച്ച് ചോദ്യകർത്താവ് പറഞ്ഞ പ്രകാരം പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന തത്വമാണ് അന്നും ഇന്നും എന്നും ഇസ്ലാഹി പ്രസ്ഥാനം പ്രതിദാനം ചെയ്യുന്നത്. അതിൽ യാതൊരു മാറ്റവുമില്ല. എന്നാൽ ചോദ്യകർത്താവ് എടുത്തുദ്ധരിച്ച വാചകങ്ങളിൽ നിന്നും അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കൽ അനുവദനീയമാണെന്ന സങ്കല്പം ലേഖകൻ ഉദ്ദേശിച്ചിട്ടേയില്ല. വിജനപ്രദേശത്ത് നിന്ന് തന്റെ ശബ്ദം കേൾക്കുന്നത് ആരാകട്ടെ അവരെന്നെ സഹായിക്കട്ടെ എന്ന നിലക്ക് അള്ളാഹുവിന്റെ അടിമകളെ എന്ന് വിളിച്ചാൽ അതിൽ അഭൗതികതയോ ശിർക്കോ ഇല്ല എന്ന് മാത്രമേ ലേഖകൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. മദ്യപിച്ചാൽ ശിർക്കാവുകയില്ല എന്ന് പറഞ്ഞാൽ മദ്യപിക്കൽ അനുവദനീയമാണെന്ന് ഗവേഷണം നടത്തുന്നത് വിഡ്ഢിത്തമല്ലേ? നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തിലും ജിന്നിനോട് സഹായം തേടാൻ ഖുർആനിലും സുന്നത്തിലും തെളിവില്ല. ഇത്തരം ദുഷ്പ്രചരണങ്ങളെ കരുതിയിരിക്കുക. ഇതാരാ പറഞ്ഞത്? ഇസ്ലാഹ് ഇവിടെ വായിച്ച ആ ഉദ്ധരണിയെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. എപ്പോഴാണ്? 2008 ജനുവരി മാസത്തിൽ. 2008 ജനുവരി മാസത്തിലാണ് പറയുന്നത്. 2 വർഷമായി, 2 കൊല്ലമായി. ഇന്നലെ എഴുതി വെച്ചതല്ല, മിനിഞ്ഞാന്ന് എഴുതി വെച്ചതല്ല. എന്താ പറയുന്നത്? നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തിലും ജിന്നിനോട് സഹായം തേടാൻ ഖുർആനിലും ഹദീസിലും തെളിവില്ല എന്നാണ് ഇസ്ലാഹ് പറയുന്നത്. എന്നാൽ അതിനെ മടവൂരികൾ ദുർവ്യാഖ്യാനിച്ചു കൊണ്ട് നടന്നു. മുസ്ലിയാക്കന്മാർ അത് ഏറ്റുപിടിച്ചു എന്ന് മാത്രമല്ല, മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ ആ വാചകമോ അദ്ദേഹം വായിച്ച വാചകമോ അത്തരത്തിലുള്ള മറുപടി മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് കൊടുക്കാൻ തുടങ്ങിയതല്ല. വളരെ മുമ്പ് തന്നെ